കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ പെരിന്തൽമണ്ണ ദൃശ്യ കൊലപാതക കേസിലെ പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണം പാതി വഴിയിൽ പ്രതിയെ തേടി കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇതുവരെ യാതൊരു വിവരങ്ങളും ലഭ്യമല്ല എന്നുള്ളതാണ്. ശ്യാമപ്രസാദ് തുടരുകയാണ്. ശ്യാമ, എവിടെയാണ് ഈ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് എന്ന് ചോദിച്ചാൽ ഒരു എത്തും പിടിയുമില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ അന്വേഷണ സംഘം എന്ന് തോന്നുന്നു, അല്ലേ ശ്യാമ? രാഗി, കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ ദൃശ്യ കൊലപാതക കേസിലെ പ്രതി വിനീഷിനായുള്ള തെരച്ചിൽ ഇപ്പോഴും രണ്ടാഴ്ചകൾ പിന്നിടുമ്പോഴേക്കും എങ്ങും എവിടെയും എത്താത്ത ഒരു സാഹചര്യത്തിലാണ്. പ്രധാനമായും അന്വേഷണം നിലച്ച മട്ടിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ കാര്യത്തിൽ ഡിസംബർ 28-ന് പ്രതി വിനീഷ് ഇവിടെ നിന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയതിനു ശേഷം CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടക്കത്തിൽ തന്നെ പോലീസ് പ്രാഥമികമായ ഒരു പരിശോധനകൾ നടത്തിയിരുന്നു. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിലൊന്നും തന്നെ നിലവിൽ കൂടുതൽ തുമ്പുകൾ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ തന്നെ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. മറ്റ് ദീർഘദൂര വാഹനങ്ങളിലോ ലോറിയിലോ ഈ വിനീഷ് പ്രതി കയറി പോയിട്ടുണ്ടെന്നുള്ളൊരു സാഹചര്യമായിരുന്നു തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചത്. അതിനാൽ തന്നെ ഇവിടെ നിന്ന് കടന്നുപോയ വാഹനങ്ങൾ ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ ഭാഗങ്ങളിലേക്ക്, ഈ സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ട് പ്രത്യേക സംഘം മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ തുടർ അന്വേഷണം നടത്തിയ ഘട്ടത്തിലൊന്നും തന്നെ ഈ പ്രതി എവിടെ എത്തിച്ചേർന്നു എന്നുള്ള ഒരു തെളിവും തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. പിന്നീട് കേരളത്തിലും സമാനമായ രീതിയിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തു. പ്രതിയുടെ രൂപമാറ്റം വരുത്തിയ ചിത്രങ്ങളടക്കം പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറിക്കൊണ്ട് തന്നെയായിരുന്നു ഈ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്തായാലും ഈ 15 ദിവസം പിന്നിടുമ്പോഴേക്കും ഈ പോലീസ് സംഘത്തിന് പ്രതിയെ കണ്ടെത്താനാകാത്തത് വലിയ തലവേദന കൂടി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അന്വേഷണം ഇനി എവിടെ നിർത്തണമെന്നുള്ള കാര്യത്തിലും ഉദ്യോഗസ്ഥർക്കിടയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തേക്ക് പോയ അന്വേഷണ ഉദ്യോഗസ്ഥർ മടങ്ങി വരാനായിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇവർ അടുത്ത ദിവസം തന്നെ കേരളത്തിലേക്ക് മടങ്ങി വരും. ഇവർക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘത്തോട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. കേരളത്തിൽ തന്നെ പ്രതി വിനീഷ് ഉണ്ടെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ സംഭവം നടന്ന 2 ആഴ്ച പിന്നിടുമ്പോഴേക്കും പ്രതിയെ കണ്ടെത്താനാകാത്തത് ആഭ്യന്തര വകുപ്പിന് തലവേദനയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള പ്രാദേശിക കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ പ്രതിപക്ഷമടക്കമുള്ള രംഗത്ത് വരാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ സർക്കാരിന് തന്നെ ഒരു വലിയ തലവേദനയായി മാറുകയും ചെയ്യും. അതിനാൽ എത്രയും വേഗത്തിൽ അന്വേഷണ സംഘത്തിന് വലിയ സമ്മർദ്ദമായിരിക്കും പ്രതിയെ പിടികൂടാനുള്ള സാഹചര്യം ഉണ്ടാകുക. എന്തായാലും ഈ 2 ആഴ്ച പിന്നിടുമ്പോഴും അന്വേഷണം നിലച്ച മട്ടിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. രാഖി, ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷിനായിട്ടുള്ള തെരച്ചിലാണ് അന്വേഷണ സംഘം എന്നുള്ളതാണ്. മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു, എന്നാൽ അവിടെ നിന്ന് ചാടിപ്പോവുകയായിരുന്നു വിനീഷ് എന്നുള്ളതാണ്.